ഹായ് മക്കളെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദി റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ മൂവിങ് ബോഡി ഈസ് ആൾവേസ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റേഷ്യോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം distance traveled is always greater than or equal to displacement. So distance by displacement is always greater than or equal to 1. തിയറി പാർട്ടിൽ നമ്മളത് പറഞ്ഞതാണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഡി ഓപ്ഷനാണ് കറക്റ്റ് വൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദി സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ? സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഓരോ സമയത്തും ഓരോ ഇൻസ്റ്റൻറ്റിലും ആ വാഹനത്തിനുണ്ടാകുന്ന സ്പീഡാണ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് സ്പീഡോമീറ്ററുകൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫ് റെപ്രസെൻറ്റിംഗ് ദി മോഷൻ ഓഫ് ടു ബോഡീസ് ആർ ഷോൺ ബിലോ. നിങ്ങൾക്കറിയാം നമ്മൾ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ് എല്ലാം പഠിച്ചിട്ടുണ്ട്. രണ്ട് ഗ്രാഫുകൾ തന്നിരിക്കുകയാണ്. ഒന്ന് വി ടി ഗ്രാഫും മറ്റൊന്ന് ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് ഇവിടെ വൈ ആക്സിൽ എടുത്തിരിക്കുന്നത്, ഇവിടെ ടൈമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ചോദ്യം എന്താണ്? സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് വൺ ഡയമെൻഷണൽ മോഷൻ. ഇതൊരു വൺ ഡയമെൻഷണൽ മോഷനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണോ എന്ന് കാരണസഹിതം വ്യക്തമാക്കുക എന്നാണ്. ഒരിക്കലും ഇതൊരു വൺ ഡയമെൻഷണൽ മോഷനെ സൂചിപ്പിക്കുന്ന ഗ്രാഫല്ല. നോക്കണേ, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നമ്മളൊരു പെർട്ടിക്കുലർ ടൈം എടുത്താൽ ആ ടൈമിൽ രണ്ട് ഡയറക്ഷനിൽ വെലോസിറ്റി കാണും. ഇതേ ടൈമിൽ പോസിറ്റീവ് വെലോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഇത് +2 ആണെന്ന് വിചാരിക്കട്ടെ, അപ്പോൾ ഇത് -2. നോക്കണേ, ഒരു പെർട്ടിക്കുലർ ടൈം 0, 1, 2 സെക്കൻഡ് എന്ന ടൈം എടുക്കുമ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി +2 -2 വരുന്നു. ഒരേ സമയത്ത് രണ്ട് വെലോസിറ്റി, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. പോസിറ്റീവ് വെലോസിറ്റി നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരേ സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റി വരുന്നു. അത് പോസിബിൾ അല്ല. ഒരേ സമയത്ത് ഒരു ബോഡിക്ക്, ഒരു വൺ ഡയമെൻഷണൽ മോഷൻ നടത്തുന്ന ബോഡിക്ക് ഒരേ സമയം രണ്ട് വെലോസിറ്റി പോസിബിൾ ആണോ? ഒരേ സമയം ബോഡി അങ്ങോട്ടും അതേ സമയം ഇങ്ങോട്ടും വരിക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഈ ഗ്രാഫ് വൺ ഡയമെൻഷണൽ മോഷനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് അല്ല. ഓക്കെ, വൺ ഡയമെൻഷൻ സൂചിപ്പിക്കുന്ന ഗ്രാഫ് അല്ല. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ no body have two velocities അല്ലെങ്കിൽ velocities in opposite direction at the same time. velocities in opposite direction at the same time. ഒരേ സമയത്ത് രണ്ട് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റി സാധ്യമല്ല. ഓക്കെ, ദെൻ ടോട്ടൽ പാത്ത് ലെങ്ത്തും ടൈമും പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണല്ലോ. ഈ ഡിസ്റ്റൻസ് ട്രാവൽഡും ടൈമും തമ്മിലുള്ള ഈ ഗ്രാഫും വൺ ഡയമെൻഷണൽ മോഷനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് അല്ല. എന്താണ് അതിൻ്റെ റീസൺ നോക്കടാ? പാത്ത് ലെങ്ത്ത് കൂടി വരുന്നു, പിന്നെ പാത്ത് ലെങ്ത്ത് കുറഞ്ഞു വരുന്നു. ഒരിക്കലും ഒരു മൂവിങ് ബോഡിയുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നത് കുറഞ്ഞു വരികയേ ഇല്ല. ബോഡി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് ട്രാവൽഡ് കൂടി 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 വരികയേ ചെയ്യുള്ളൂ. ഓക്കെ, പാത്ത് ലെങ്ത് വിൽ നോട്ട് ഡിക്രീസ് വിത്ത് ടൈം. പാത്ത് ലെങ്ത് ഒരിക്കലും കുറഞ്ഞു വരില്ല. പാത്ത് ലെങ്ത് വിൽ നോട്ട് ഡിക്രീസ് വിത്ത് ടൈം. ഓക്കെ, ഇതാണ് അതിൻ്റെ റീസൺ. ഈ ഗ്രാഫ് രണ്ടും വൺ ഡയമെൻഷണൽ മോഷനെ സൂചിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 സെക്കൻഡ്. 54 km/h പോകുന്ന വാഹനം 90 സെക്കൻഡ് കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടി പോകും. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. അപ്പോൾ ഇത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ നിൽക്കുന്നതിന് മുമ്പ് എത്ര ദൂരം സഞ്ചരിക്കും? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഫോർമുല തിയറി പാർട്ടിൽ പറഞ്ഞു, -u²/2a ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതല്ല, അത് ഓർക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ v² = u² + 2as എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി, അത് 54 ആണ്. km/h m/s മാറ്റുമ്പോൾ 15 എന്ന് കിട്ടും. ആക്സിലറേഷൻ v-u/t. ഈ വാഹനം നിൽക്കാൻ പോവുക, അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 15, ടൈം 90 സെക്കൻഡ്. അപ്പോൾ 15/90 എന്ന് പറയുമ്പോൾ 1/6. ആക്സിലറേഷനും കിട്ടിയ സ്ഥിതിക്ക് യുവിൻ്റെ വാല്യൂ എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് കട്ട് ചെയ്ത് പോകും. 15² 225, 2ഉം 6ഉം കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 3 എന്ന് വരും. അത് റെസിപ്രോക്കൽ എടുത്ത് മേലോട്ട് വരുമ്പോൾ 675 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ശരി. Then go to the next question. Acceleration time graph of a body starts from rest as shown below. ഒരു ബോഡിയുടെ AT ഗ്രാഫ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി യൂസ് ഓഫ് AT ഗ്രാഫ്? AT ഗ്രാഫിൻ്റെ യൂസസ് നമ്മൾ നേരത്തെ തിയറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഗീവ്സ് ദി നേച്ചർ ഓഫ് മോഷൻ. ഏത് ഗ്രാഫും തന്നാൽ XT ആവട്ടെ, VT ആകട്ടെ, AT ആകട്ടെ, ഏതിൻ്റെയും ഒരു യൂസ് ചോദിച്ചാൽ ഇറ്റ് ഗീവ്സ് ദി നേച്ചർ ഓഫ് മോഷൻ എന്ന് പറയാം. അതോടൊപ്പം മറ്റൊരു യൂസ് ചോദിച്ചാൽ എങ്ങനെ എഴുതാം? ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും എന്നുകൂടി നമുക്ക് യൂസായി പറയാം. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദി എബവ് ഗ്രാഫ്. നോക്കട്ടെ, AT ഗ്രാഫ് തന്നിട്ട് VT ഗ്രാഫ് വരയ്ക്കാൻ പറയാം. ഒരു ഗ്രാഫ് തന്നിട്ട് മറ്റൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എക്സ് ആക്സിസ് അഥവാ ടൈം ആക്സിസിൽ ആ ടൈം ഇൻ്റർവെലുകൾ അതേപോലെ അങ്ങ് വരയ്ക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ AT ഗ്രാഫ് തന്നിട്ട് VT ഗ്രാഫാണ് വരയ്ക്കാൻ ചോദിച്ചത്. സോ VT ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ ഞാൻ ആ ടൈം 1, 2, 3,
4 5 6 ആ ടൈം ഇൻ്റർവൽ അതേപോലെ അങ്ങ് വരച്ചു. ഓക്കെ, എന്നിട്ട് നോക്കണം, ആദ്യത്തെ 0 മുതൽ 3 സെക്കൻഡ് വരെ യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടി കൂടി വരലാണ്. അപ്പോൾ ആദ്യത്തെ 3 സെക്കൻഡ് സമയം വരെ യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരിക, യൂണിഫോം ആക്സിലറേഷൻ. ദെൻ അടുത്ത 3 സെക്കൻഡ് സമയം എങ്ങനെയാണ് അടുത്ത 3 സെക്കൻഡ് സമയം നോക്കൂ, അടുത്ത 3 സെക്കൻഡ് അഥവാ 4 5 6 സെക്കൻഡ് യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവാണ്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് പോലെ കൺസിഡർ ചെയ്യാം. കുറഞ്ഞു വരുന്നത് പോലെ കൺസിഡർ ചെയ്യുമ്പോൾ വി ടി ഗ്രാഫിൻ്റെ ഷേപ്പ് അത് 6 സെക്കൻഡ് ആകുമ്പോഴേക്കും വെലോസിറ്റി കുറഞ്ഞു വന്ന് ഇതാ ഇങ്ങനെയായി. ഓക്കെ, സോ ഇതാണ് വി ടി ഗ്രാഫ്. നമുക്കിങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ 3 സെക്കൻഡ് വരെ വെലോസിറ്റി കൂടി വരുന്നു എന്ന് പറഞ്ഞു, പിന്നെ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. ഇവിടെ വെലോസിറ്റി 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഈ 3-ാമത്തെ സെക്കൻഡ് എത്തുമ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി വരിക, അതുകൂടി ഒന്ന് ആ ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. സോ എങ്ങനെയാണ് 3-ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി മാർക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം എ ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടില്ലേ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ കാണും. ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ഷെയ്ഡ് ചെയ്ത പോർഷൻ റെക്ടാങ്കുലർ പോർഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ദൂരം എന്ന് പറയുന്നത് 3 ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 3 × 4 എന്ന് പറയുമ്പോൾ 12 എന്ന് കിട്ടും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 12 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി 12 ആണ്. അപ്പോൾ അതിനർത്ഥം ഫൈനൽ വെലോസിറ്റി 12 ആണെന്നല്ലേ. അഥവാ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 12 ആണ്. അങ്ങനെ വരുമ്പോൾ വി ടി ഗ്രാഫിൽ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? 12 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ എ ടി ഗ്രാഫ് തന്നിട്ട് നമ്മളോട് വി ടി ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, ദെൻ ആ ക്വസ്റ്റ്യൻ തന്നെ ബാക്കി ഭാഗം നോക്കാം. ഇവിടെ ഡ്രോ ദി വി ടി ഗ്രാഫ് യൂസിങ് ദി അബോവ് ഗ്രാഫ് എന്നതിന് ആൻസറാണ് ഇപ്പോൾ കണ്ടത്. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ്സ്. 0 മുതൽ 3 സെക്കൻഡ്സ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക. വി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഏരിയ കണ്ടാൽ പോരെ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു സി ക്വസ്റ്റ്യൻ ആണ്, ഏരിയ അണ്ടർ ദി ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഏരിയ കാണുക. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ എന്ന് പറയുമ്പോൾ അതൊരു ട്രയാങ്കിൾ ആണ്. ഹാഫ് ബി എച്ച് എന്നാണ് ഏരിയ. ബി എന്ന് പറയുമ്പോൾ ബേസ് ആണ്. ബേസ് എത്രയുടെ? 3 ആണ്. എച്ച് എന്ന് പറയുമ്പോൾ ആൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് എത്രയാണ്? 12 ആണ്. അങ്ങനെ വരുമ്പോൾ 2 കട്ട് ചെയ്ത 6 × 3 എന്ന് പറയുമ്പോൾ 18 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, എ ടി ഗ്രാഫ് തന്നിട്ട് നമ്മളോട് യൂസ് ചോദിച്ചു, അതിൻ്റെ വി ടി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. ആ വി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനും പറഞ്ഞു. Then next question, when brakes are applied on a moving vehicle, it stops after traveling a distance. This distance is called stopping distance. Okay, derive an expression for stopping distance. Stopping distance in the formula derive ചെയ്യാൻ പറഞ്ഞാൽ v² is equal to u² plus 2as. v 0 ആണ്. ഓക്കെ, അതേപോലെ u² plus 2as എഴുതി കഴിഞ്ഞാൽ u² ഇങ്ങോട്ട് വരുമ്പോൾ -u² is equal to 2as. ആ s ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ -u² by 2a. Second question, if the initial speed is doubled, keeping the retardation same, by how much will the stopping distance change? ഇനീഷ്യൽ സ്പീഡ് ഡബിൾ ആയാൽ, ഇനീഷ്യൽ സ്പീഡാണ് യു, ഇനീഷ്യൽ സ്പീഡ് ഡബിൾ ആയാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ -u² by 2a എന്നാണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ഡബിൾ ആയാൽ u² എന്ന് പറയുന്നത് 2u the whole square എന്നാവും. 2u² എന്ന് പറയുമ്പോൾ 4u² by 2a എന്നാവില്ലേ. u² by 2a ആയിരുന്നു നേരത്തെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇപ്പോൾ 4 × u² by 2a. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താവും? 4 ടൈംസ് കൂടുന്നു എന്ന് മനസ്സിലാക്കണം. ഇനീഷ്യൽ വെലോസിറ്റി ഡബിൾ ആയാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 4 ടൈംസ് കൂടുന്നു എന്ന് ആൻസർ എഴുതാം. The next question, VT graph of a ball thrown vertically upward with an initial velocity is shown in figure. മേലോട്ടെറിഞ്ഞ ബോഡിയുടെ VT ഗ്രാഫ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ടൈം 0 ആകുമ്പോഴുള്ള വെലോസിറ്റി അത് +100 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 100 m/s എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോൾ ഡ്യൂറിങ് 20 seconds ഫ്രം ദി ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണണം. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. എങ്ങനെയാണ് വി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണുക? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണാൻ പറഞ്ഞാൽ ഏരിയ കണ്ടാൽ മതി. ഈ ഗ്രാഫിൻ്റെ 0 മുതൽ 20 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഈ ഏരിയ കാണണം, അതോടൊപ്പം ഈ ഏരിയ കൂടി കാണണം. ഈ രണ്ട് ഏരിയയും കാണുമ്പോൾ അത് ട്രയാങ്കുലർ ഏരിയയാണ്. ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ്, ആൾട്ടിറ്റ്യൂഡ് 100 ആണ്. ഇവിടെ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ഈ ദൂരം 10 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 10 ആണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്. -100 എന്ന രീതിയിൽ എഴുതരുത്. -100 എന്ന രീതിയിൽ എടുക്കുമ്പോൾ നമുക്കത് ഡിസ്പ്ലേസ്മെൻ്റ് ആയി മാറും. എന്നാൽ ഇതിനെ +100 എന്ന രൂപത്തിൽ എടുക്കുമ്പോഴാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആവുക. സോ ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ്, ഹൈറ്റ് 100 ആണ്.
പ്ലസ് വീണ്ടും ട്രയാങ്കുലർ ഏരിയ 1/2 × 10 × 100 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ 500 + 500 എന്ന് വരും. 500 + 500 എന്ന് പറയുമ്പോൾ 1000 മീറ്റർ എന്ന് വരും. നോക്കണേ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചെങ്കിൽ ഈ ഏരിയ മൈനസ് ആക്കി എടുക്കണം. അപ്പോൾ 500 - 500 എന്ന് വരുമ്പോൾ ആൻസർ 0 വരും. ദെൻ സി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ഫ്രം ദി ഗ്രാഫ്. ആക്സിലറേഷൻ കാണാൻ എങ്ങനെയാണ്? വി ടി ഗ്രാഫ് എങ്ങനെ ആക്സിലറേഷൻ കാണാൻ? സ്ലോപ്പ് കണ്ടാൽ മതി. ഇപ്പോൾ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. നോക്കാം, ആക്സിലറേഷൻ കാണാൻ നമുക്ക് സ്ലോപ്പ് കണ്ടാൽ മതി. ഞാൻ പുതിയൊരു സ്ലൈഡ് എടുത്ത് നമുക്കതിൽ സ്ലോപ്പ് എങ്ങനെ കാണാം എന്ന് നോക്കാം. ആക്സിലറേഷൻ കാണുമ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. y2 - y1 / x2 - x1 എന്നാണ്. നോക്കാം, നമുക്ക് ഗ്രാഫ് ഒരിക്കൽ കൂടി എടുക്കാം. ഇവിടെ ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് 100. ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 10 ആണ്, y കോർഡിനേറ്റ് 0. സോ y2 - y1 എന്ന് പറയുമ്പോൾ 0 - 100, x2 - x1 എന്ന് പറയുമ്പോൾ 10 - 0. സോ 0 - 100 / 10 - 0 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ -100/10 എന്ന് വരുമ്പോൾ -10 m/s² എന്ന് വരും. ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, അത് മേലോട്ട് പോകും തോറും ഈ കല്ലിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? ആക്സിലറേഷൻ ഉണ്ട്, പക്ഷേ വെലോസിറ്റി ഇല്ല. എക്സ്പ്ലെയിൻ. അങ്ങനെ ഉണ്ടാകാമോ? ഉണ്ടാകാം. ഇഫ് എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് at the highest point, velocity is 0, but it is still accelerating. നമ്മൾ തിയറിയിൽ പറഞ്ഞതാ, ഒരു കല്ല് മേലോട്ട് എറിയുമ്പോൾ ആ ബോഡിയുടെ, if a body thrown up, ഒരു ബോഡി മേലോട്ട് എറിഞ്ഞാൽ ആ ഹയസ്റ്റ് പോയിന്റിൽ അറ്റ് ദി ടോപ്പിലെത്തുമ്പോൾ ആ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി, ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? ആ ബോഡിയുടെ വെലോസിറ്റി 0 ആയിരിക്കും. അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്, ടോപ്പ് മോസ്റ്റ് പോയിന്റ്, വെലോസിറ്റി 0. പക്ഷേ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0, ആക്സിലറേഷൻ -9.8 ആയിരിക്കും. ഡ്രോ ദി വി ടി ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി v0. ഓക്കെ, വി ടി ഗ്രാഫാണ് വരക്കേണ്ടത്. യൂണിഫോം ആക്സിലറേഷൻ്റെ വി ടി ഗ്രാഫ് വരക്കാൻ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. യൂണിഫോം ആക്സിലറേഷൻ്റെ വി ടി ഗ്രാഫ് വരക്കാൻ പറയുമ്പോൾ നോക്കണം, വി ടി ഗ്രാഫിൻ്റെ ഷേപ്പ് ഈ രൂപത്തിൽ ഇങ്ങനെ. ഇനീഷ്യൽ വെലോസിറ്റി v0, ഫൈനൽ വെലോസിറ്റി v ആക്കി എടുക്കാം, ടൈം 0, ഫൈനൽ ടൈം t എന്നെഴുതാം. യൂസിങ് ദി എബവ് ഗ്രാഫ് ഒബ്റ്റെയിൻ ദി ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം t. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്ക് ഏരിയ കണ്ടാൽ മതി. ഓക്കെ, ഏരിയ കാണാൻ, ഏരിയ ഇതിൻ്റെ ഗ്രാഫിൻ്റെ താഴെയുള്ള പോർഷൻ്റെ ഏരിയ കാണുമ്പോൾ ആദ്യം ഈ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ അത് v0 × t, അതാണ് ut എന്ന് എഴുതിയത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് v0 × t, ഹാഫ് ഇൻറ്റു നോക്കണം. ഈ അടുത്തത് ട്രയാങ്കുലർ ഏരിയ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ t വരും, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ v - v0 എന്ന് വരും. ഇതെല്ലാം തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത് തന്നെ. സോ v0t + ഹാഫ് t ഇൻറ്റു v - v0 എന്ന് പറയുമ്പോൾ at ആണ്. അങ്ങനെ വരുമ്പോൾ v0t + ഹാഫ് at² എന്ന് വരും. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. S = ut + ഹാഫ് at² എന്ന ഫോർമുല ഡിറൈവ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിഗർ ഷോൺ ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എക്സ് ടി ഗ്രാഫ് തന്നു. ഡ്രോ ദി വി ടി ഗ്രാഫ് ഓഫ് ദി ബോഡി. ഈ ബോഡിയുടെ വി ടി ഗ്രാഫ് വരയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഗ്രാഫ് തന്ന് മറ്റൊരു ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ ആദ്യം എക്സ് ആക്സും വൈ ആക്സും വരച്ച് ആ എക്സ് ആക്സിലെ ടൈം ഇൻ്റർവൽ അതേപോലെ അങ്ങ് മാർക്ക് ചെയ്യുക. 0, 5, then 15, അത് കഴിഞ്ഞ് 20. ഇനി നോക്കണം, ആദ്യം എക്സ് ടി ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്ക്. എക്സ് ടി ഗ്രാഫ് ഈ രൂപത്തിൽ വന്നാൽ അതിൻ്റെ അർത്ഥം യൂണിഫോം വെലോസിറ്റി എന്നാണ്. അപ്പോൾ ഇത് യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് വി ടി ഗ്രാഫ് വരക്കുന്നത് 0 മുതൽ 5 സെക്കൻഡ് വരെ യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റി എത്രയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് കാണണമെങ്കിൽ ഇവിടെ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണുമ്പോൾ y2 - y1 / x2 - x1, 10 - 0/5 - 0. 10 - 0 / 5 - 0 എന്ന് വരുമ്പോൾ 10/5, 10/5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. സോ വെലോസിറ്റി 2 m/s ആണ്. ഇനി പറ 5 മുതൽ 15 വരെ ബോഡി റെസ്റ്റിലാണ്. 5 മുതൽ 15 വരെ ബോഡി റെസ്റ്റിലെ ഷേപ്പ് ഓർക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെസ്റ്റിലാകുമ്പോൾ വെലോസിറ്റി 0. 5 to 15 വെലോസിറ്റി 0. ഇനി 15 to 20 ആകുമ്പോൾ യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്. ഷേപ്പ് ഓർക്കുന്നുണ്ടാവും. യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ എഴുതാം.
ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യാം 15 മുതൽ 20 വരെ. എത്രയാണ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ വീണ്ടും സ്ലോപ്പ് കാണണം. ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 15ഉം വൈ കോർഡിനേറ്റ് 10ഉം ആണ്. ഇവൻ്റെ എക്സ് കോർഡിനേറ്റ് 20, വൈ കോർഡിനേറ്റ് 0. അപ്പോൾ സ്ലോപ്പ് കാണുമ്പോൾ y2 മൈനസ് y1 0 മൈനസ് 10 ഡിവൈഡഡ് ബൈ 20 മൈനസ് 15 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ -10/2 ഇസ് ഈക്വൽ ടു -2 എന്ന് വരും. അപ്പോൾ ഈ വി ടി ഗ്രാഫ് അതിലെ വെലോസിറ്റി -2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് മനസ്സിലാക്കണം. എക്സ് ആക്സിസിൽ ടൈം ആണ് എടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ വെലോസിറ്റി. Then from the VT graph of the moving body with uniform acceleration, deduce the velocity time relation and velocity displacement relation. അത് വി ടി ഗ്രാഫ് നമ്മൾ വരച്ചതിന് ശേഷം, ഒരു ബോഡിയുടെ വി ടി ഗ്രാഫ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ റിലേഷൻസ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്? അത് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുമ്പോൾ v ഇസ് ഈക്വൽ ടു u പ്ലസ് എ ടി. ഡെറിവേഷൻസ് എല്ലാം നമ്മൾ തിയറി പാർട്ടിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഡെറിവേഷനിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ക്ലാസ് ഒന്നുകൂടി കണ്ടു നോക്കണം. ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ വിട്ടുപോയി. ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ്സ്. 20 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഗ്രാഫിൻ്റെ ഏരിയയിലേക്കാണ്. വി ടി ഗ്രാഫ് തന്നാൽ ഏരിയ കണ്ട ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ഈ ഏരിയ കാണുക എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 5/2 എന്ന് വരും. 5/2. ഓക്കെ, എന്നാൽ ഈ ഏരിയ കാണുമ്പോഴോ, ഈ ഏരിയ കാണുമ്പോൾ 15 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 5ഉം ഈ ഡിസ്റ്റൻസ് -2 ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ സൈൻ കൊടുത്ത് എഴുതണം. അങ്ങനെ വരുമ്പോൾ 5/2 10 പ്ലസ് -10 എന്ന് വരും. വെലോസിറ്റി സോറി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും? 0. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആയിരുന്നെങ്കിൽ 10 + 10 20 എന്ന് എഴുതണം. ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് 10 - 10 0 എന്ന് വരും. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലെ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടത്. കൃത്യമായി പഠിക്കുക, വൃത്തിയായ എക്സാം എഴുതാൻ സാധിക്കട്ടെ.